താങ്ങുവില അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്ത ട്രെയിൻ തടയൽ സമരത്തിൽ പഞ്ചാബിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ നടത്തിയ സമരത്തിന്റെ ഭാഗമായി 21 ട്രെയിനുകൾ റദ്ദാക്കി. 31 ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിച്ചതായും റെയിൽവേ അറിയിച്ചു. ഇന്റർസിറ്റി ട്രെയിനുകളാണ് റദ്ദാക്കിയത്. അമൃത്സറിലെ ദേവിദാസ്പുര റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധം ഡൽഹിയിലേക്കുള്ള ട്രെയിൻ ഗതാഗതത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഫിറോസ്പൂർ ഡിവിഷനിലെ 52 ഇടങ്ങളിലും അംബാല ഡിവിഷനിലെ 22 ഇടങ്ങളിലുമായാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത്. സംയുക്ത കിസാൻ മോർച്ച, കിസാൻ മസ്ദൂർ മോർച്ച തുടങ്ങിയ സംഘടനകളും സമരത്തിന്റെ ഭാഗമായി. വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുക, കർഷക പ്രക്ഷോഭങ്ങളിൽ പരിക്കേറ്റതും കൊല്ലപ്പെട്ടതുമായ കർഷകർക്ക് നീതി ലഭിക്കുക, 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനഃസ്ഥാപിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ട്രെയിൻ തടയൽ സമരം. നേരത്തെ ഡൽഹി ചലോ മാർച്ച് നടത്തിയ കർഷകരെ ഹരിയാന അതിർത്തിയായ ഖനൌരി, ശംഭു എന്നിവിടങ്ങളിൽ തടഞ്ഞിരുന്നു. അതേസമയം കർഷക ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി മരണം വരെ നിരാഹാരമിരിക്കുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. നവംബർ 26-നാണ് ദല്ലേവാൾ നിരാഹാര സമരം ആരംഭിച്ചത്. ക്യാൻസർ രോഗി കൂടിയായ ദല്ലേവാളിനെ സന്ദർശിക്കുവാനും ആവശ്യമായ മെഡിക്കൽ സൗകര്യങ്ങൾ ഒരുക്കുവാനും കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ദല്ലേവാളുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പഞ്ചാബ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചു. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചാബിൽ ഡിസംബർ 30-ന് കർഷക സംഘടനകൾ ബന്ദ് ആഹ്വാനം ചെയ്തു.